സോ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് എങ്ങനെ ഒരു ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യാം, JV എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഇപ്പം അക്കൗണ്ട്സിൽ ഇവിടെ ജേണൽ എൻട്രി ഷോർട്ട് കട്ട്സ് ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ചും ചെയ്യാം. ഓക്കെ, ജേണൽ എൻട്രി ലിസ്റ്റ്. സോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സെർച്ച് ചെയ്യുന്നതാണ്. സോ ജേണൽ എൻട്രി ലിസ്റ്റ്, ദെൻ ആഡ് കൊടുക്കുക. ദെൻ ഇവിടെ എൻട്രി ടൈപ്പ് നമുക്ക് കുറേ ഒരു ലിസ്റ്റുകൾ ഉണ്ടാവും. ജേണൽ എൻട്രി, ഇൻ്റർ ബാങ്ക്, കമ്പനി ജേണൽ എൻട്രി, ബാങ്ക് എൻട്രി, ക്യാഷ്, അതേപോലെ കോൺട്രാ എൻട്രി, ഓപ്പണിംഗ് എൻട്രി, അങ്ങനെ എല്ലാതും നമുക്ക് JV തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു JV എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ദെൻ കമ്പനി, ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടെങ്കിലത്തെ കേസിലാണ് നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സിലും കമ്പനി എന്നുള്ളൊരു ഫീൽഡ് കാണാം. സോ അതെന്തിനാ വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇതുപോലെ കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ് ഇവിടെ. ദെൻ പോസ്റ്റിംഗ് ഡേറ്റ് എന്നിട്ട് അക്കൗണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സപ്ലയർക്കാണ് ഇപ്പോൾ നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് CBD ബാങ്ക് കൊടുത്തു. ദെൻ അതിൽ ക്രെഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, 100 കൊടുത്തു. ദെൻ അടുത്ത് കൊടുത്തു. ഇനി ഇത് സപ്ലയർക്കാണ്. സോ എന്താ, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കുകയാണ്. സപ്ലയർ വന്നു. ദെൻ പാർട്ടി, ഈ ഒരു പാർട്ടിക്കാണ് എനിക്ക് 110 കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും റെഫറൻസ് നമ്പറോ റെഫറൻസ് ഡേറ്റോ അങ്ങനത്തെ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത ആ ഒരു ബാങ്കിൻ്റെ ഒരു റെഫറൻസ് നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. സോ അത് ഇവിടെ കൊടുക്കാം. അതേപോലെ എന്താണ് കൊടുത്തതെന്നുള്ളതിനുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കാം. അതുപോലെ യൂസർ റിമാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇതൊന്നും മാൻഡേറ്ററി അല്ല. സോ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും സെയിം എമൗണ്ട് ആവണം, എന്തെങ്കിൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഇപ്പോൾ ഒരു ചെക്ക് ബോക്സ് കാണാം, മൾട്ടി കറൻസി എന്നുള്ളത്. സോ നമുക്ക്, അതായത് ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നമ്മളെ കറൻസി വരുന്നത് AED-യിലാണ്. സോ അതല്ല എന്നുണ്ടെങ്കിലാണ് ഇവിടെ മൾട്ടി കറൻസി ചെക്ക് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ സേവ് ചെയ്യുന്നു, ദെൻ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഇപ്പോൾ ഒരു JV ക്രിയേറ്റ് ആയി. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് നോക്കണതിന് വ്യൂ ലെഡ്ജർ ഉണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് ലെഡ്ജർ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലെന്ത്, CBD ബാങ്ക് ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ട്രേഡ് പേയബിളിൽ 110 ഡെബിറ്റ്, ഇതിൽ 110 ക്രെഡിറ്റ്. ദെൻ വോച്ചർ നമ്പർ, ഏത് അക്കൗണ്ട്സ് എഗെയിൻസ്ഡ് ആണ് എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഫിൽറ്റേഴ്സും ഉണ്ട്. ഇതൊരു റിപ്പോർട്ടാണ് ജേണൽ എൻട്രി. സോ ഇതിൽ നമുക്ക് ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സോ ഇങ്ങനെയാണ് ഒരു JV ക്രിയേറ്റ് ചെയ്യൽ. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം, ബാങ്കിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഇതാക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്യാഷ് മെയിൻലി അധികം ഫോർ എക്സാമ്പിൾ പെറ്റി ക്യാഷ് ആണെന്ന് എടുക്കുക. സോ പെറ്റി ക്യാഷ് ചൂസ് ചെയ്തു. ഇതൊക്കെ നമുക്ക് അക്കൗണ്ട്സ്, നമ്മളെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന് അനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ട്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യൽ. സോ കൊടുത്തു പെറ്റി ക്യാഷ്. ദെൻ അടുത്ത അക്കൗണ്ട് വരുന്നത് നമ്മളെ ബാങ്കാണ്. ഓക്കെ, സോ എനിക്ക് ഇപ്പോൾ ഇതേപോലെ തന്നെ ഈ ബാങ്കിലോട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. സോ പെറ്റി ക്യാഷ്, ക്രെഡിറ്റ്, ദെൻ CBD ഡെബിറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ആ ബാങ്കിൻ്റെ ഡേറ്റ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കാം. ഏത് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റും ഇവിടെ മെൻഷൻ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇപ്പോൾ കോൺട്രാ എൻട്രി ഏത് ടൈപ്പാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇത് മാറ്റി നമുക്കൊരു എന്താ പറയുക, ക്യാഷ് എൻട്രി ആണ്, അതല്ല ഒരു ഓപ്പണിംഗ് എൻട്രി ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഓക്കെ, ഇപ്പോൾ ലൈക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു പാർട്ടിക്ക് ഒരു ഓപ്പണിംഗ് എൻട്രി ഇടണം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ ഒരു ഓപ്പണിംഗ് എൻട്രി ഇടണം. സോ അതിനായാലും ഇവിടെ ഓപ്പണിംഗ് എൻട്രി എന്ന് ചൂസ് ചെയ്യും. നമ്മളെ പ്രിഫേർഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഇവിടെ ചൂസ് ചെയ്യും. ദെൻ ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് കൊടുക്കും. ദെൻ സേവ് ആൻഡ് സബ്മിറ്റ്. സോ ഇങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി ക്രിയേറ്റ് ആവല്. അതിൻ്റെ ലെഡ്ജർ നമുക്ക് ഇവിടെ തന്നെ ഒരു ഇതിൽ തന്നെ കാണും ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഒരു പുതിയ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ ഇവിടെ ഒരു ക്വിക്ക് എൻട്രി എന്നുള്ള കണ്ടു. സോ ഇതേപോലെ തന്നെ ജസ്റ്റ് എന്താ പറയുക, എമൗണ്ട് ചൂസ് ചെയ്യുക, ഡെബിറ്റ് ക്രെഡിറ്റ് ചൂസ് ചെയ്യുക, ദെൻ സേവ് ആൻഡ് സബ്മിറ്റ്. ഇതൊരു ക്വിക്ക് എൻട്രി എന്നുള്ള രീതിയിൽ എന്താ പറയുക, നമ്മൾ എമൗണ്ട് ഇതിൽ എൻ്റർ ചെയ്യാനാണ് അർത്ഥം.
സോ ഇങ്ങനെയാണ് ഒരു ജേർണലിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്.